ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു FC ബോയ് ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് റിവെഞ്ച് എടുക്കാൻ പോവാണ് പോലീസിനെ. അതായത് എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മൾ GTR ഷോറൂമിൽ കൊടുക്കാൻ പോയേക്കാം പോലീസ് നമ്മളെ ഇതെടുത്ത് പോയി. എന്നിട്ട് പിന്നെ വേറൊരു വീഡിയോയിലാണ് നമ്മളത് കണ്ടുപിടിച്ചത്. അപ്പോൾ അവർക്കെതിരെ ഇന്ന് റിവെഞ്ച് എടുക്കാൻ പോവാണ്. അതായത് എങ്ങനെയാണ് റിവെഞ്ച് എന്ന് വെച്ചാൽ, ഞാൻ 4 കളികൾ ഇന്നത്തെ കളിക്കും. ഒരു കളി കളിച്ച് അതിൻ്റെ അകത്ത് അത്യാവശ്യം പോലീസുകാരെ കൊന്ന് ഞാൻ ചാവുന്ന വരെ കളിക്കും. ഞാൻ ചത്തു കഴിഞ്ഞാൽ പിന്നെ കളിക്കും. അങ്ങനെ കളിച്ച് ലാസ്റ്റ് നമ്മൾ എത്ര പോലീസുകാരെ കൊല്ലുന്നതെന്ന് നമ്മൾ നോക്കും. അത്രയും പോലീസുകാർ ഈ സിറ്റിയിൽ ഇല്ലാണ്ടാവും ഗൈസ്. അതാണ് നമ്മളെ പ്ലാന്. അപ്പം നമുക്ക് GTR എടുക്കേണ്ടത്. GTR നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ ഇത് ഷോറൂമിൻ്റെ ആൾ വന്നിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് പോകാം. GTRൻ്റെ മറ്റേ കളറില്ലേ, ആ കളർ ഞാൻ ഇന്നലെ ഒന്ന് വെറുതെ കഴുകി എഴുതായിരുന്നു. അപ്പോഴത്തേക്കും ഇത് കഴുകിപ്പോൾ അന്നേരം ഇത് ഫുള്ളും പോയി. ഇപ്പം ഇത് ഓറഞ്ച് തന്നെയായി. അപ്പോൾ ഷോറൂമുകാർ പറഞ്ഞു പോളിഷ് അടിക്കാൻ മറന്നുപോയി, സോറി, ഇന്ന് നമ്മളെ കൊണ്ടുപോയിട്ട് പോളിഷൊക്കെ അടിച്ച് വരാമെന്ന്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവളെ കൊല്ലാം ഗൈസ്. എന്താടാ വെടികൊള്ളാത്ത ഗൈസ്? എന്താടാ ഇവക്ക് വെടികൊള്ളാത്ത? അടുത്തോട്ട് വരുന്ന അടിച്ചോക്കട്ടെ ഗൈസ്. വെടികൊള്ളുന്നില്ല. എന്താ? നമുക്കിനി ഒന്ന് വുഡ് പെക്കർ കൊണ്ട് നോക്കി വെക്കാം. എന്താടാ? ഇപ്പോഴാണ് ഗൈസ് കൊണ്ട് നമുക്കിനി വണ്ടി എടുക്കാം. ഇല്ല, പോലീസുകാർ വരട്ടെ അല്ലേ, അതൊരു കത്തിക്കാം. പോലീസുകാർ വന്ന് വണ്ടി ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഫൈറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ വിഷു നടക്കും ഗൈസ്. ഇനിയുടെ വിഷുവാണ് ഫുള്ളു. ഒന്ന് അടുത്തോടാ അങ്ങനെ ഒന്ന് എഴുതുന്നുണ്ട്. അടുത്തേക്ക് ലോങ് ഷൂട്ട് പോവുമോ? മുമ്പിൽ ഇത് ഒരുത്തം വന്ന് നിന്നിട്ട് നമുക്കൊന്ന് വണ്ടി മുൻപോട്ടാക്കി ഗൈസ്, അല്ലെങ്കിൽ വണ്ടി പൊട്ടും. നമ്മളെ വണ്ടി മുമ്പോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടിക്കുക ഗൈസ്, ഇനി അടിക്കുക. രണ്ടാമത്തെ അകത്ത് ആരും വരാത്ത ഈ സാരം കാണുന്നില്ല. എഴുത്തേത് കുറച്ച് ബാക്കോട്ടിക്കുക. അതും ചത്ത്. അതിൻ്റെ പകുതി ഇതാണ് ഇങ്ങനെ നിൽക്കുന്നത്. വേറെ ഏതാടാ ഗൈസ്? നമ്മൾ സ്റ്റാർ പോയി അല്ലേ? സ്റ്റാർ പോയി. നമുക്ക് വണ്ടി എടുത്ത് പോയിട്ട് എടുക്കാം. നമുക്ക് വണ്ടി എടുക്കാം. നമ്മൾ വണ്ടി എടുത്ത് ഗൈസ്. രണ്ടാൾക്കല്ല, നമുക്ക് മെഷീൻ കണ്ണാണ് അടുത്ത ലേക്കയിലാകുന്നില്ല. ലേക്കയായിരുന്നു എടുക്കുന്നത്. മെഷീൻ കണ്ണാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്.
ഓക്കെ ഇവളെ എത്ത് അങ്ങനെയുള്ള ഓളയും കൂടെയാണ് ഷൂട്ട് ചെയ്യുക. ഓളെടുത്ത് ഓള് മുട്ട കുത്തി വീള് ഇവൾ ഓടുകയിൽ ചെയ്ത് അതന്നെ വലിയ കാര്യം. അല്ല പോലീസൊന്നും വരാത്ത അതൊന്ന് തിരിച്ചു വരുന്നു. ലോങ്ങാണ് കൊള്ളോ വിട്ടാ എൻ്റെ ലോങ്ങും ഉണ്ട്. ഒന്നിതാ തൊട്ടി വീണ തന്നെ എൻ്റെ കാറിനെ തൊട്ടാ മോനെ ഇനി ആടുന്ന് തീരുവേ എന്നാ പറ്റിയേ. പക്ഷെ അങ്ങനെ ചത്ത് നമ്മൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ഇങ്ങനെ ചത്ത് ഗൈസ്. ഓക്കെ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഗൈസ്. നല്ല മൂഡ് മാറ്റിയാലോ. മൂഡ് സ്ലോട്ട്സിൽ പോയിട്ട് നമുക്ക് 2 ആക്കാം. അതാകുമ്പോൾ നമുക്ക് GTR ആണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡിഫൻഡർ കിട്ടും. അതുകൊണ്ട് നമുക്ക് കളിക്കാം. അതായിരിക്കും എനിക്ക് തോന്നുന്നത് നല്ലത് അതായിരിക്കും എനിക്ക് തോന്നുന്നത്. അതെല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ചാലഞ്ച് ഇല്ലല്ല. മൂഡ് സ്ലോട്ട്സിൽ പോയിട്ട് 2 ആക്കാം നമുക്ക്. സെറ്റ്. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനതിന് ആരോടാണ് റിവെഞ്ച് എടുക്കുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പോലീസിനോട് നമ്മളിന്ന് എടുക്കുവാണ്. അപ്പോൾ ഇനി ആരോടാണ് റിവെഞ്ച് എടുക്കേണ്ടതെന്ന് നമ്മൾ പറയുക. ആ പോലീസിൻ്റെ അടുക്കുള്ള വാച്ച്മാനോടാണോ ആരോടാണോ ആരും പോലീസ് തന്നെയാണ്. പക്ഷേ അയാളെ നമുക്ക് അയാളെ പോയി തീർത്താലോ. ഡിഫൻഡർ എടുത്തുള്ള കുഴപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുന്ന് തിരിക്കാൻ പോയില്ലേ, ഇതാണ് കുഴപ്പം. തിരിക്കാൻ പറ്റൂല. ഇവിടൊക്കെ സ്റ്റക്കായിപ്പോവും. ഇപ്പം സ്റ്റക്കായിട്ടില്ലെന്ന് തോന്നുന്നു. എൻ്റെ ഒക്കെ ഇരുന്ന വേസ് അപ്പം തന്നെ സ്റ്റക്കായി. അതെല്ലാം ഇറങ്ങിയിട്ട് നമുക്ക് നമ്മളെ കാർ എടുക്കാം. ഓക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മളെ കാർ എടുക്കാം. നമ്മളെ കാർ എടുക്കുക. 25 ആണ് നമ്മളെ കാറ്. ഓക്കെ ചെറിയൊരു അടിയില്ല ഗൈസ്. നമുക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ എത്താം. ആദ്യം ആ വാച്ച്മാനെ തീർക്കണം. അവനാണ് നമ്മളോട് കള്ളത്തരം പറഞ്ഞത്. പിന്നെ തീർത്തിരുന്നത് ഇത് വേറെയാണ്. പക്ഷേ ആരായാലും രണ്ടും പോലീസുകാരനല്ലേ. തുറന്ന് കേട്ടോ ഞാൻ പോലീസുകാരെ വീട്ടിലാടാല്ലേ തെറ്റ് കുറേ വരുന്നില്ല. അവിടുത്തെ എന്താ കയറി വരും. പിന്നെ ചത്ത് നമുക്ക് എന്തെങ്കിലും പുറത്തിറക്കാം. ഇനി ഇങ്ങോട്ട് വരൂല ആരും. തീർന്നോ? ഇനി ഉണ്ടേനോ എന്തൊക്കെ? തീർന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എൻ്റെ വണ്ടി നശിപ്പിച്ചാൽ അല്ലെങ്കിൽ ഇവന്മാരെല്ലാം എൻ്റെ വണ്ടിയിലായിരിക്കും കയറുന്നത്. ഗൈസ് എൻ്റെ വണ്ടിയെ നശിപ്പിച്ചാലുണ്ട്. ഇനി ഇവന്മാർ എന്നോട് മാത്രം ഫൈറ്റ് ചെയ്തിട്ട് വണ്ടിയോട് ഫൈറ്റ് ചെയ്യില്ല. ആരും ഇല്ല ഇവിടെ. അതാ അത് ട്രക്ക് നോക്കാം. അത് പറക്കുന്നുണ്ട് കേട്ടോ. അടുത്താന്ന് ഗൈസ് നമ്മൾ സ്റ്റാർ പോയി. എന്തായാലും ഇവനെ ഇവിടുന്ന് കറക്കാണ്.
അവൻ പൈസയൊക്കെ അടിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ആഴെ കാണുന്നില്ലല്ലോ. ഒരാൾ പോലും ഇല്ലോട്ടേട്ടാ. രണ്ടാളുണ്ട്. രണ്ടാളും തീർക്കാം. അല്ല ഇത് ഡബിൾ സ്റ്റാർ ആക്കാനിട്ട് ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാം. അപ്പം നമ്മളൊരു 10 പോലീസുകാർ കൊന്നായിരിക്കൂലേ? ഏകദേശം കുറച്ചാളെ കൊന്നായിരിക്കും നമ്മൾ. ഡബിൾ സ്റ്റാർ തോക്കൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുക. ഓരോരുത്തൻ വരുന്നതിന് ഓരോരുത്തൻ കൊല്ലുക. അങ്ങനെ ഒരുത്തൻ വരുന്നുണ്ട്. ലോങ് ഷൂട്ട് അടിച്ച് ഒരു താഴെ വെച്ചാൽ ബാക്കെന്ന് ആരും ഓടിക്കുന്നുണ്ടില്ല. ഞാനങ്ങനെ ഇവിടെ വന്ന് ഓനെ ഇടിച്ചായിരുന്നു. മറ്റേ വണ്ടിയും പൊട്ടി. അതും പറഞ്ഞു. ഇവനും പൊട്ടി. എൻ്റെ ബാക്കിലുള്ളവനും പൊട്ടി. ഞാനെന്തോ ഭാഗ്യത്തിനായിട്ട് രക്ഷപ്പെടുത്താൻ കഴിച്ചു. നമ്മളെ ബാക്ക് ഇതെല്ലാം വേറെ ഒരുത്തനും വന്ന് നമ്മൾ ചാവും തോന്നുന്നു. ഉറപ്പാണ് നമ്മൾ ചാവും. എല്ലാത്തിനെയും പഠിക്കാൻ പറ്റില്ല നമുക്ക്. ബാക്കിൽ നിന്ന് ആരോ അടിക്കുന്നുണ്ട്. കൊടുത്തോട്ടോ പോയി. നമ്മൾ ചത്തി. ഓക്കെ, ചത്ത്. എന്നാലും നമ്മൾ അത്യാവശ്യം ആളെ കൊന്നിട്ടാണ് ചത്തത്. അതുകൊണ്ട് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. അടുത്ത കളി കളിക്കും. അയ്യോ, നമുക്ക് വീട്ടിൻ്റെ ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യല്ലേ? ഇത് കയ്യാല പുറത്ത് പോയിട്ട് ചെയ്യും. ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് കൊന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ കൊന്നിട്ടില്ല, ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ട്. നമുക്ക് എന്നെ വീട്ടിൻ്റെ അവിടെ കയറിയേക്കാം. ഇല്ല, ഒരു പോലീസ് എന്താടാ പോലീസൊന്നും വരാത്ത? നോ പോലീസ് ഇൻ ദി സിറ്റി. എല്ലാം തീർന്നാ? ശരി വരുന്ന ഗൈസ്, ഒന്നും വരാത്ത അണ്ണാരും. ഇതാ വന്നിട്ട് ബാക്കിലേക്ക് നശിച്ചു എന്ന് തോന്നുന്നു. ഓക്കെ, അവനെ കൊന്ന ദിവസം നമ്മൾ നേരത്തെ ലോങ് ഷൂട്ട് അടിച്ചു നോക്കാം. ആയിട്ടില്ല. ഒരു ലോങ് ഷൂട്ട്. കേട്ടോ ചത്ത്. ബാക്കിലെത്താനും ചത്ത്. എല്ലാ ചപ്പ് ചവറും എൻ്റെ വീട്ടിലേക്കാണ് വന്ന് വീഴുന്നത്. അതാ ഒരുത്തണ്ട. ആരാണ് കൊല്ലുന്നത്? ഇവനുണ്ട്. ഇവനെങ്ങനെ അങ്ങനെയാണോ എൻ്റെ വീട്ടിലെത്തിയ ഗൈസ്? നിങ്ങൾ കണ്ടിട്ടാണ് നമ്മളെ വീട്ടിലിരുന്നത്? ഞാൻ കണ്ടിട്ടില്ല. എനക്ക് ഒന്ന് തെറിച്ച് വീണ ഡോറിൻ്റെ അടുക്ക പറ്റിയെന്ന് ഞാൻ തോന്നുന്നു. അതിൻ്റെ അകത്ത് വന്ന് ഇരുന്ന് തോന്നുന്നു. ഞാൻ അല്ലാണ്ട് കണ്ടിട്ട് അവൻ കയറിയിട്ടില്ല. എനിക്ക് ഒന്ന് അകത്തൂട്ടാറ്റ ഏതോ പോലീസിൻ്റെ അത് ഞാൻ പൊട്ടിച്ച്. നമ്മൾ ഇൻവിസിബിളായി ഗൈസ്. ഇൻവിസിബിളായി ഇന്നേരായിട്ടും കയറി വരുന്നതാണ്. എന്തായാലും നമ്മൾ ചത്തിട്ടുണ്ട്. അത് വേറെ കാര്യം.
ഓക്കെ നമുക്ക് ഇവനെ കൊല്ലാൻ്റെ ബുള്ളറ്റ് വിളിക്കാം, എന്നാലേ ഒരു സ്റ്റാർ വരൂ. നമുക്ക് ഒരു സ്റ്റാർ. എനിക്കൊന്നല്ല, പോലീസും തീർന്നാണ്. ഒരുത്തനെ പോലും കാണുന്നില്ലല്ലോ. ഓക്കെ, ഒരുത്തൻ വന്ന് പക്ഷെ നമ്മളിന്ന് ഇതെടുക്കാൻ പോകുന്നില്ല, മിസൈലല്ല, ഇതാണ് എടുക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ മിസൈൽ എടുക്കുമ്പോൾ ആൾക്കാർ ചാവാതെ ആ വണ്ടി മാത്രമാണ് ചെയ്യുന്നത്. വണ്ടി ഇവിടെ ഉണ്ടായിട്ട് പോലീസുകാരെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പോലീസുകാരാണ് നമ്മളെ തീർക്കാൻ പോകുന്നത്, വണ്ടി തീർക്കുന്നില്ല. വണ്ടിയും തീർക്കുന്നുണ്ട്, അങ്ങനെയല്ല. എന്താടാ വെടി കൊള്ളുന്നില്ലേ, എന്താ പൊട്ടാത്ത? ഇപ്പം ശരി. ഇവിടെ ഇറങ്ങിട്ടാ. ഓക്കെ, അങ്ങനെയാ? ഇത് സമ്മതിച്ചില്ല കേട്ടെ. ഇതെങ്ങനെ ആവുന്നട? ഞാൻ എൻ്റെ ബാക്കിൽ ആരും ഇല്ല, ഞാൻ കൊല്ലുകയും ചെയ്തു. അങ്ങനെ ഞാൻ ചത്തേ. എന്തോ ലാഗിൻ്റെ പ്രശ്നമാണ്. നമുക്ക് എന്തായാലും 3 സ്ലോട്ട്സ് 0 തന്നെ ആക്കി വെക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മെസ്സി, റൊണാൾഡോ, നെയ്മർ ഫാനാണെങ്കിൽ അവരുടെ പേര് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.